ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ്. ഇന്ന് 22ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സിലബസിൽ നിന്നും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും തുടങ്ങിയ ഫിസിക്സിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. ഫിസിക്സിലെ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുമുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിസിക്സിൽ നിന്നും ഏറ്റവും ബേസിക് ലെവലിലുള്ള ചോദ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു പ്രത്യേക ദിശയിൽ വസ്തുക്കൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ്? അതിന് പറയുന്ന പേരെന്താണ്? ഒരു പ്രത്യേക ദിശയിൽ വസ്തുക്കൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഉത്തരം സ്ഥാനാന്തരം. അടുത്തത്, യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേര്. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേര് പ്രവേഗം. ഉത്തരം പ്രവേഗം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. പ്രവേഗത്തിന്റെ യൂണിറ്റ് എത്ര? മീറ്റർ സെക്കൻഡ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് എത്ര? മീറ്റർ സെക്കൻഡ്. നാലാമത്തെ ചോദ്യം: ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേര്. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്: ഒരു വസ്തുവിൻ്റെ സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിന് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേര്. ഉത്തരം ജഡത്വം. നോട്ട് ചെയ്യുക. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരെന്താണ്? ജഡത്വം. അഞ്ചാമത്തെ ചോദ്യം: ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ് ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഒന്നാം ചലന നിയമം. ഉത്തരം ഒന്നാം ചലന നിയമം. ആറാമത്തെ ചോദ്യം: ഒരു ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സർ ഐസക് ന്യൂട്ടൻ. സർ ഐസക് ന്യൂട്ടൻ. അടുത്തത് ഏഴാമത്തെ ചോദ്യം: പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം. ഉത്തരം ന്യൂക്ലിയർ ബലം. ഉത്തരം ന്യൂക്ലിയർ ബലം. ഇനി എട്ടാമത്തെ ചോദ്യം: ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ? ധ്രുവങ്ങളിൽ. ഉത്തരം ധ്രുവങ്ങളിൽ. ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ? ഉത്തരം ധ്രുവങ്ങളിൽ. ഒമ്പതാമത്തെ ചോദ്യം: അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. ഉത്തരം ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ. പത്താമത്തെ ചോദ്യം: പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. ഗുരുത്വാകർഷണ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലം. 11ാമത്തെ ചോദ്യം: ശബ്ദത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്ര വിഭാഗത്തിന്റെ പേര്. ശബ്ദത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്ര വിഭാഗത്തിന്റെ പേര് അക്വസ്റ്റിക്സ്. ഉത്തരം അക്വസ്റ്റിക്സ്. 12ാമത്തെ ചോദ്യം: ശബ്ദമുണ്ടാക്കുന്ന വസ്തുവിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ആവൃത്തി. ശബ്ദം ഉണ്ടാകുന്ന വസ്തുവിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. അടുത്തത്, ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശരിയോ തെറ്റോ? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 15ാമത്തെ ചോദ്യം: ശരിയായ കേൾവിശക്തിയുള്ള ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി 20 ഹെർട്സ്. ശരിയായ കേൾവിശക്തിയുള്ള ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി 20 ഹെർട്സ്. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ കൂടിയ പരിധി 20,000 ഹെർട്സ്. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ കൂടിയ പരിധി 20,000 ഹെർട്സ്. ശബ്ദത്തിന്റെ പ്രതിനിധി കേൾക്കാൻ പ്രതിഫലിക്കുന്ന പ്രതലവും ശബ്ദത്തിന്റെ ഉറവിടവും തമ്മിൽ കുറഞ്ഞത് എത്ര മീറ്റർ ദൂരമുണ്ടാകും? ശബ്ദത്തിന്റെ പ്രതിനിധി കേൾക്കാൻ പ്രതിഫലിക്കുന്ന പ്രതലവും ശബ്ദത്തിന്റെ ഉറവിടവും തമ്മിൽ കുറഞ്ഞത് എത്ര മീറ്റർ ദൂരമുണ്ടാകണം? ഉത്തരം 17 മീറ്റർ. ഉത്തരം 17 മീറ്റർ.
ശബ്ദത്തിന്റെ പ്രതിനിധി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ. ശബ്ദത്തിന്റെ പ്രതിനിധി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ. 19ാമത്തെ ചോദ്യം, മനുഷ്യനിൽ ശബ്ദമുണ്ടാക്കാൻ കമ്പനം ചെയ്യുന്ന ശരീരഭാഗത്തിന്റെ പേര്. മനുഷ്യനിൽ ശബ്ദമുണ്ടാകാൻ കമ്പനം ചെയ്യുന്ന ശരീരഭാഗത്തിന്റെ പേര് ലാരിങ്സ്. ഉത്തരം ലാരിങ്സ്. അടുത്തത് 20ാമത്തെ ചോദ്യം, കേൾവി ശക്തി അളക്കുന്നതിനുള്ള ഉപകരണം. കേൾവി ശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഓഡിയോമീറ്റർ. കേൾവി ശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഓഡിയോമീറ്റർ. അടുത്തത്, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ശബ്ദത്തിന്റെ ഏറ്റവും വേഗം ഏതവസ്ഥയിലാണ്? ഉത്തരം ഖരം. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ശബ്ദത്തിന് ഏറ്റവും വേഗം ഏതവസ്ഥയിലാണ്? ഖരം. അടുത്തത്, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത ഊർജ്ജരൂപമാണ് പ്രകാശം. ശരിയോ തെറ്റോ? സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത ഊർജ്ജരൂപമാണേത്? പ്രകാശം. ശരിയായ പ്രസ്താവനയാണ്. 23ാമത്തെ ചോദ്യം, പ്രകാശത്തിന്റെ അടിസ്ഥാന കണം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രകാശത്തിന്റെ അടിസ്ഥാന കണം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഫോട്ടോൺ. ഉത്തരം ഫോട്ടോൺ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ക്രിസ്റ്റ്യൻ ഹൈജീൻസ്. ക്രിസ്റ്റ്യൻ ഹൈജീൻസ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ക്രിസ്റ്റ്യൻ ഹൈജീൻസ്. 25ാമത്തെ ചോദ്യം, പ്രകാശം ഒരു ഡാഷ് തരംഗമാണ്. വൈദ്യുത കാന്തിക തരംഗം. പ്രകാശം ഒരു ഡാഷ് തരംഗമാണ്. വൈദ്യുത കാന്തിക തരംഗം. 26ാമത്തെ ചോദ്യം, വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അടുത്തത്, ക്വാണ്ടം സിദ്ധാന്തത്തിന് രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം സിദ്ധാന്തത്തിന് രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക്. പ്രകാശത്തിന് ഏറ്റവും വേഗം കുറഞ്ഞ മാധ്യമം വജ്രം. പ്രകാശത്തിന് ഏറ്റവും വേഗം കുറഞ്ഞ മാധ്യമം വജ്രം. അടുത്തത്, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറിച്ച് ഹെഡ്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറിച്ച് ഹെഡ്സ്. സൂര്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ്. സൂര്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ്. ദൃശ്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ്. ദൃശ്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ്. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ്. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. മഴവില്ലിന് ഏറ്റവും താഴെ കാണപ്പെടുന്ന നിറം. മഴവില്ലിന്റെ ഏറ്റവും താഴെ കാണപ്പെടുന്ന നിറം വയലറ്റ്. അടുത്തത്, കടലിന്റെ നീല നിറത്തിന് കാരണം. കടലിന്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. കടലിന്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ CV രാമൻ. ഉത്തരം CV രാമൻ. 35ാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം. പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. 36ാമത്തെ, എന്തിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ? ലെൻസിന്റെ പവർ. എന്തിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ? ലെൻസിന്റെ പവർ. 37ാമത്തെ ചോദ്യം, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ. സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ. അടുത്തത് 38ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം യുറാനസ്. സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം യുറാനസ്. വലയഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശനിയാണ്. വലയഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ശനി. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. 41ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. 42ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും ഭാരമുള്ള ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരമുള്ള ഗ്രഹം വ്യാഴം. 43ാമത്തെ ചോദ്യം, ഏറ്റവും സാന്ദ്രതയുള്ള ഗ്രഹം ഭൂമി. ഏറ്റവും സാന്ദ്രതയുള്ള ഗ്രഹം ഭൂമി. 44ാമത്തെ ചോദ്യം, വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ, ശുക്രൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ, ശുക്രൻ. 46ാമത്തെ ചോദ്യം,
ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. 47-ാമത്തെ ചോദ്യം, നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമി. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമി. 48-ാമത്തെ ചോദ്യം, ഏതു ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ? നെപ്റ്റ്യൂൺ. ഏതു ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ? നെപ്റ്റ്യൂൺ. അടുത്തത് 49-ാമത്തെ ചോദ്യം, യുറാനസ് കണ്ടെത്തിയതാരാണ്? വില്യം ഹെർഷൽ. യുറാനസ് കണ്ടെത്തിയതാരാണ്? വില്യം ഹെർഷൽ. അടുത്തത് 50-ാമത്തെ ചോദ്യമാണ്, ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റൻ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റൻ. 51-ാമത്തെ ചോദ്യം, വ്യാഴഗ്രഹത്തെ കണ്ടെത്തിയതാരാണ്? ഗലീലിയോ ഗലീലി. വ്യാഴഗ്രഹത്തെ കണ്ടെത്തിയതാരാണ്? ഗലീലിയോ ഗലീലി. വ്യാഴഗ്രഹത്തെ കണ്ടെത്തിയതാരാണ്? ഗലീലിയോ ഗലീലി. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഫിസിക്കൽ സയൻസിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 51 ചോദ്യങ്ങളാണ് പഠിച്ചത്. ഏറ്റവും ബേസ് ലെവൽ മുതൽ ചോദിക്കാൻ സാധ്യതയുള്ള SCERT ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.